ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എം.കോം 4th സെമസ്റ്ററിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, കസ്റ്റംസ് ഡ്യൂട്ടി, ലോ ആൻഡ് പ്രാക്ടീസ്, പേപ്പർ 1, മൊഡ്യൂൾ 6 കസ്റ്റംസ് ഡ്യൂട്ടി ആണ് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ 5 കാര്യങ്ങളാണ് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത്. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി, ഒബ്ജക്റ്റീവ്സ്, റോൾ ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്, ഇമ്പോർട്ടൻസ്, ഡീമെറിറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ്. നമുക്കാദ്യം മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി നോക്കാം. Customs duty is an indirect tax and it is levied on import into India and export out of India as per entry list number 83, list 1 or Union list of Indian Constitution. അതായത് കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻസിഡൻസും ഇമ്പാക്റ്റും ഡിഫറെൻറ്റ് പേഴ്സൺസിലാണ് ആപ്ലിക്കബിൾ ആകുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നു. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ GST നമ്മൾ പഠിച്ചതാണ് അല്ലേ, അതൊരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. അതായത് പൈസ നമ്മളാണ് കൊടുക്കുന്നതെങ്കിൽ പോലും ആരാണത് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്? നമ്മൾ എവിടെ നിന്നാണോ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് പർച്ചേസ് ചെയ്യുന്നത് ആ ആളാണ് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. അതുപോലെ തന്നെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നമ്മളുടെ പൈസ ആണെങ്കിൽ പോലും നമ്മളല്ല അത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ കസ്റ്റംസ് ഡ്യൂട്ടി ഒരു ഇൻഡയറക്റ്റ് ടാക്സ് എന്നാണ് പറയുന്നത്. സോ അതെന്തിനു വേണ്ടിയിട്ടാണ്? അതെപ്പോഴാണ് ആപ്ലിക്കബിൾ ആകുന്നത്? ഒരു ഗുഡ്സോ സർവീസസോ ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയോ ഇമ്പോർട്ട് ചെയ്യുകയോ, അതായത് ഇമ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക, അതിനെയാണ് നമ്മൾ ഇമ്പോർട്ട് എന്ന് പറയുന്നത്. തിരിച്ച് എക്സ്പോർട്ട് ചെയ്യുക, ഇന്ത്യയിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഗുഡ്സോ സർവീസസോ എക്സ്പോർട്ട് ചെയ്യുമ്പോഴോ ആണ് കസ്റ്റംസ് ഡ്യൂട്ടി ആപ്ലിക്കബിൾ ആകുന്നത്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തേത്, സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ഈ ടാക്സ് ലെവി ചെയ്യാനുള്ള പവർ കൊടുത്തിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂൾ നമ്പർ 7 പ്രകാരമാണ് ഇതിനുള്ള പവർ സെൻട്രൽ ഗവൺമെൻറ്റിനുള്ളത്. ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എൻട്രി നമ്പർ 83, അതായത് യൂണിയൻ ലിസ്റ്റിലെ എൻട്രി നമ്പർ 83-ലാണ് ഈ പവർ സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുത്തിരിക്കുന്നത്. സോ എ ടാക്സ് ലെവിഡ് ഓൺ ഇമ്പോർട്ട് by the customs authority of a country to raise the state revenue and to protect domestic industries from more efficient or predatory competitors from abroad. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അഡ്വാൻറ്റേജസും അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയുമാണ്. കസ്റ്റംസ് ഡ്യൂട്ടി ലെവി ചെയ്യുന്നത് കസ്റ്റംസ് അതോറിറ്റിയാണ്. ഒരു രാജ്യത്തിൻ്റെ കസ്റ്റംസ് അതോറിറ്റിയാണ് കസ്റ്റംസ് ഡ്യൂട്ടി ലെവി ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഗവൺമെൻറ്റിന് റവന്യൂ റേസ് ചെയ്യാനായിട്ട്, ഫണ്ട് റേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ആണ് ഈ ഇൻഡയറക്റ്റ് ടാക്സ് വഴി അവർ കളക്ട് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തേത്, ടു പ്രൊട്ടക്റ്റ് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്. അതായത് നമ്മൾ പല ഗുഡ്സും സർവീസസും പുറം രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെയുള്ള ആളുകളുടെ ബിസിനസ് തകർന്നു പോകും. അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ, അവരെ സേഫ് ഗാർഡ് ചെയ്യാനായിട്ട്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഈ കസ്റ്റംസ് ഡ്യൂട്ടി വെച്ചിരിക്കുന്നത്. ഫ്രം മോർ എഫിഷ്യൻറ്റ് ഓർ പ്രിഡേറ്ററി കോമ്പറ്റീറ്റേഴ്സ് ഫ്രം എബ്രോഡ്. അതായത് പുറം രാജ്യങ്ങളിലുള്ള കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് മൂലം ഇവിടെയുള്ള ആളുകളുടെ ബിസിനസ് നഷ്ടമാകാതിരിക്കാൻ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്. കസ്റ്റംസ് ഡ്യൂട്ടി ഈസ് ബേസ്ഡ് ഓൺ ജനറലി ഓൺ ദ വാല്യൂ ഓഫ്, എന്തിൻ്റെ ബേസിലാണ് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടി ഈസ് ബേസ്ഡ് ഓൺ ജനറലി ഓൺ ദ വാല്യൂ ഓഫ് ഗുഡ്സ്. വാല്യൂ ഓഫ് ഗുഡ്സ്. രണ്ടാമത്തത്, അല്ലെങ്കിൽ അതിൻ്റെ വെയ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ, അങ്ങനെ ചില ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ദ സൈസ് ഓഫ് ദ എൻജിൻ ഇൻ കേസ് ഓഫ് ഓട്ടോമൊബൈൽസ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ പണ്ട് കാലം മുതലേ, അതായത് രാജഭരണ കാലം മുതൽക്ക് തന്നെ ഇവിടെ കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പണ്ട് രാജാക്കന്മാർ, പുറം രാജ്യത്തുള്ള രാജാക്കന്മാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഗിഫ്റ്റ്സ് കൊണ്ടുവരും ഇവിടെയുള്ള രാജാക്കന്മാർക്ക് വേണ്ടി. അപ്പം ഒരു കസ്റ്റംസ് ഡ്യൂട്ടി പോലെ പിരിച്ചിരുന്നു. അല്ലെങ്കിൽ ഇവിടുന്ന് മറ്റുള്ള ദേശങ്ങളിലേക്ക് പോകുമ്പോൾ ഗിഫ്റ്റ്സ് കൊണ്ടുപോയിരുന്നു. അപ്പോഴും എന്ത് ചെയ്തിരുന്നു? കസ്റ്റംസ് ഡ്യൂട്ടി അല്ല, അതിന് വേറൊരു പേരാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ കളക്ട് ചെയ്യുമായിരുന്നു. പണ്ട് മുതലേ നിലനിന്ന് വന്നിരുന്ന ഒരു സമ്പ്രദായമാണ് ഈ കസ്റ്റംസ് ഡ്യൂട്ടി. അടുത്തത് ഇതിൻ്റെ അതോറിറ്റി, അതായത് ഇപ്പം GSTയിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ പറയുകയാണെങ്കിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് CBDT ആണ് അതിൻ്റെ മെയിൻ അതോറിറ്റി. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സ് വരുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റംസ് ഡ്യൂട്ടി വരുമ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. പണ്ട് ഇതിൻ്റെ പേരെന്ന് പറയുമ്പോൾ സെൻട്രൽ ബോർഡ് ഓഫ് എക്സൈസ് ആൻഡ് കസ്റ്റംസ് ആയിരുന്നു. ഇപ്പോൾ അത് CBIC ആയിട്ടാണ് പറയപ്പെടുന്നത്. സോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ കസ്റ്റംസ് ലോ ഇൻ ഇന്ത്യ ഈസ് ഗവേൺഡ് ബൈ ദ കസ്റ്റംസ് ആക്ട് 1962. അതുപ്രകാരമാണ് കസ്റ്റംസ് ലോ ഇന്ത്യയിൽ ഗവേൺ ചെയ്യുന്നത്. ഏതൊരു ലോ ആണെങ്കിലും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ദിവസമുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ പാർലമെൻറ്റിൽ ആ ലോ പാസ്സായി എന്ന് പറഞ്ഞ് ആ ദിവസം തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്നോ എഫക്റ്റീവായിട്ട് വരണമെന്നോ നിർബന്ധമില്ല. സോ കസ്റ്റംസ് ലോയും അതുപോലെ തന്നെയായിരുന്നു. 1962 ലോ പാസ് ചെയ്തെങ്കിൽ പോലും 1/2/1963 അത് എഫക്റ്റീവ് അല്ലെങ്കിൽ കെയിം ഇൻ ടു ഫോഴ്സ് വന്നത്. സോ അതായത് 1963 ഫെബ്രുവരി 1 അടുത്തത് ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദ ഹോൾ ഓഫ് ഇന്ത്യ including the designated area in the continental shelf and the exclusive economic zone of India notified by the Ministry of External Affairs. ഈ കസ്റ്റംസ് എന്ന് പറയുന്നത് രാജ്യം മുഴുവനും ആപ്ലിക്കബിൾ ആണ്. കൂടാതെ ടെറിട്ടോറിയൽ വാട്ടർ, അതെന്താണെന്ന് നമ്മൾ അടുത്ത വരുന്ന ടോപ്പിക്ക് പറയുമ്പോൾ ഞാൻ പറയാം. സോ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലും അതുകൂടാതെ സ്പെഷ്യൽ എക്കണോമിക് സോൺ അല്ലെങ്കിൽ എക്കണോമിക് സോൺസിലുമൊക്കെ ആപ്ലിക്കബിൾ ആണ്. എക്കണോമിക് സോൺ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയയാണ്. അവിടെ ധാരാളം എക്സെംഷൻസും അവർക്ക് ധാരാളം സ്കീംസും ഒക്കെ അവൈലബിൾ ആണ്. അവർ ഇന്ത്യയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ പോലും അവർ ശരിക്കും ഉള്ളത് വേറൊരു രാജ്യത്താണ് എന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അതിൻ്റെയൊക്കെ ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ദ കസ്റ്റംസ് ആക്ട് ഹാസ് 161 സെക്ഷൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ 17 ചാപ്റ്റേഴ്സ്. കസ്റ്റംസ് ആക്റ്റിൽ ആകെ മുഴുവൻ 17 ചാപ്റ്ററുകളാണുള്ളത്. ആ 17 ചാപ്റ്ററിൽ 161 സെക്ഷൻസും ഉണ്ട്. സോ ഇനി അടുത്തത് ഒബ്ജക്റ്റീവ് റോൾ ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടി ഇൻ ഇൻ്റർനാഷണൽ ട്രേഡ്. എന്തൊക്കെയാണ് ഒരു ഇൻ്റർനാഷണൽ ട്രേഡിൽ കസ്റ്റംസ് കൊണ്ടുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? കസ്റ്റംസ് ലോ പ്രൊവൈഡ്സ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു ഇൻ്റർനാഷണൽ ട്രേഡ് ട്രാൻസാക്ഷൻ. അതായത് ലീഗാലിറ്റി കൊണ്ടുവരുന്നു, എല്ലാം നിയമപരമായി ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു കസ്റ്റംസ് ലോ എന്ന് പറയുന്നത്. രണ്ടാമത്തത് കസ്റ്റംസ് ലോ പ്രൊവൈഡ് സെക്യൂരിറ്റി ടു അതർ കൺട്രീസ് വിച്ച് ട്രേഡ് വിത്ത് ഇന്ത്യ. ഇന്ത്യയുമായി ട്രേഡ് നടത്തുന്ന മറ്റു പല രാജ്യങ്ങൾക്കും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി കൊടുക്കുകയാണ്. അതുവഴി മറ്റുള്ള രാജ്യങ്ങൾ ഇങ്ങോട്ട് വരാനായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നു. നമുക്കത് നേട്ടമാണല്ലേ. ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് എക്സ്പോർട്ട്, അതായത് നമ്മുടെ ഗുഡ്സ് വാങ്ങിക്കാൻ തയ്യാറാകുകയോ ഇങ്ങോട്ടേക്ക് തരാൻ തയ്യാറാകുകയോ ചെയ്യും.
ഇമ്പോർട്ടിനേക്കാളും എക്സ്പോർട്ടാണ് നമുക്ക് കുറച്ചുകൂടി ബെനഫിറ്റ് തരുന്നത്. അടുത്തത് സിംപ്ലിഫൈഡ് പ്രൊസീജിയേഴ്സ് ഓഫ് കസ്റ്റംസ് ലോ ഹെൽപ്സ് ടു സ്മൂത്ത് ഇൻ്റർനാഷണൽ ട്രേഡ്. മറ്റു പല ലോസ് വെച്ച് നോക്കുകയാണെങ്കിൽ കസ്റ്റംസ് ലോ എന്ന് പറയുന്നത് സിംപ്ലിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിലെ പ്രൊസീജിയേഴ്സും വളരെയധികം സിമ്പിളാണ്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളുമായി ട്രേഡ് നടത്തുന്നതിന് അതൊരു നല്ല വഴിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കസ്റ്റംസ് ലോ ഹെൽപ്പ് ടു ഇംപ്ലിമെൻറ്റ് ടാക്സസ് ഓൺ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ്. അപ്പം ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ്റെ പുറത്ത് ടാക്സ് ലേവി ചെയ്യാനായിട്ട് കസ്റ്റംസ് ലോയിൽ പറയുന്നുണ്ട്. കസ്റ്റംസ് ലോ കീപ്പ് എ കൺട്രോൾ ഓവർ ഫ്ലോ ഓഫ് ഗുഡ്സ് എൻ്ററിങ് ഇന്ത്യ. ഇത്ര ലിമിറ്റ് വെച്ച് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ, ഇത്ര ലിമിറ്റ് വെച്ച് മാത്രമേ ഇമ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഒരു റെസ്ട്രിക്ഷനും റെഗുലേഷനും കൊണ്ടുവരുന്നത് കസ്റ്റംസ് ലോ പ്രകാരമാണ്. സോ അത് ഇന്ത്യയിലെ ഗുഡ്സിൻ്റെ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അതുവഴി ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് പ്രൊട്ടക്ഷൻ കിട്ടുന്നു, അവരുടെ ട്രാൻസാക്ഷൻസും ട്രേഡും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നു, അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നു, അതുവഴി GDP ഗ്രോത്ത് ഉണ്ടാകുന്നു. അത് മൊത്തം നമ്മുടെ നാഷണൽ എക്കണോമിയെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. കസ്റ്റംസ് ലോ എന്ന് പറയുന്നത് പ്രൊമോട്ട് ചെയ്യാനായിട്ട്, ഇൻ്റർനാഷണൽ ട്രേഡ് പ്രൊമോട്ട് ചെയ്യാനായിട്ടും റെഗുലേറ്റ് ചെയ്യാനായിട്ടും കൺട്രോൾ ചെയ്യാനായിട്ടും ഡെവലപ്പ് ചെയ്യാനായിട്ടും. ഓക്കെ, ഇനി ഇതിന് ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എങ്കിൽ പോലും ഞാൻ കുറച്ച് ബ്രീഫായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയാം. ടു റെസ്ട്രിക്ട് ദ ഇമ്പോർട്ട് ഫോർ കൺസേർവിങ് ഫോറിൻ എക്സ്ചേഞ്ച്. നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ തിരിച്ചവർക്ക് ഏത് രീതിയിലാണ് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? നമ്മുടെ ഇന്ത്യൻ റുപ്പി കൊടുത്തിട്ട് കാര്യമില്ല അല്ലേ. സോ അവിടെ നമ്മൾ കൊടുക്കേണ്ടത് ഡോളേഴ്സും അല്ലെങ്കിൽ എന്താ പറയുക, ഏതാണോ അവിടെ അവർ യൂസ് ചെയ്യുന്ന കറൻസി അതിൽ വേണം നമ്മൾ ട്രാൻസാക്ഷൻ നടത്താനായിട്ട്. സോ അതുവഴി നമ്മുടെ കയ്യിലുള്ള ആ ഫോറിൻ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ആ മണി എന്ന് പറയുന്നത് കുറയാണ്, വാല്യൂ കുറയാണ്. സോ അത് നമ്മുടെ കൺട്രിക്ക് വളരെയധികം ഹാംഫുള്ളാണ്. സോ അത് റെസ്ട്രിക്റ്റ് ചെയ്യുക. ഇത്ര ഒരു ലിമിറ്റ് കഴിയുമ്പോൾ അതവിടെ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടും. രണ്ടാമത്തത് ടു റെഡ്യൂസ് ആൻഡ് റെഗുലേറ്റ് ദ എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്. നമ്മുടെ ആളുകൾക്ക് കഴിക്കാനില്ലാത്ത സാധനം കൊണ്ടുപോയി, അല്ലെങ്കിൽ നമ്മൾ കഴിക്കേണ്ട, ഇവിടെ 10 പേര് ഫുഡില്ലാതെ ഇരിക്കുന്നു, ആ സമയത്താണ് 100 പേർക്കുള്ള ഫുഡ് എക്സ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ എത്രയെന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ ആളുകളുടെ സുരക്ഷയ്ക്കും ലൈഫിനും അത് എന്തൊരു ത്രെറ്റാണല്ലേ. സോ അതുകൊണ്ടാണ് പറയുന്നത് ടു റെഡ്യൂസ് ആൻഡ് റെഗുലേറ്റ് ദ എക്സ്പോർട്ട്. നമ്മുടെ ആളുകൾ കഴിച്ചിട്ട് മിച്ചമുള്ളത് മാത്രമേ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഉണ്ടാക്കി ഉടനെ എക്സ്പോർട്ട് ചെയ്ത് കാര്യങ്ങളെല്ലാം തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ആളുകൾ എന്ത് ചെയ്യും? സോ അതാണ് പറയുന്നത്. മൂന്നാമത്തത് ടു സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഡൊമസ്റ്റിക് ട്രേഡേഴ്സ്. ഇത് പലതവണ ഞാൻ പറഞ്ഞു. എന്താണ് ഇവിടെയുള്ള ബിസിനസ് അല്ലെങ്കിൽ ഇവിടെയുള്ള ട്രേഡേഴ്സിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് കസ്റ്റംസ് ലോ കൊണ്ടുവന്നിരിക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങൾ ഇവിടെ വന്ന് അവരുടെ എന്താ പറയുക, അവരുടെ ബിസിനസ് ഇവിടെ തഴച്ചു വളരുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരുടെ ബിസിനസ് പൊളിയും. സോ അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനാണ്, കോമ്പറ്റീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കസ്റ്റംസ് ലോ കൊണ്ടുവന്നിരിക്കുന്നത്. ടു കൺട്രോൾ സ്മഗ്ലിംഗ് ആൻഡ് ഇല്ലീഗൽ ട്രേഡ്. പല ഫോറിൻ ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴും അത് ചിലപ്പോൾ ലീഗലായിരിക്കണമെന്നില്ല. ചില ഇല്ലീഗൽ കാര്യങ്ങൾ, ബിറ്റ് കോയിൻ പോലുള്ള കുറേ ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ സ്മഗ്ലിംഗ് പോലുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കസ്റ്റംസ് ലോ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, റെയ്ഡ് നടത്തി എന്നൊക്കെ, കസ്റ്റംസുകാർ റെയ്ഡ് നടത്തി, അത് നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കാറുണ്ട്. ഇറ്റ് ആക്ട് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ. ഇതിൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ്
ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഫണ്ട് റേസ് ചെയ്യുക, അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ് മെയിൻ റവന്യൂ എന്ന് പറയുന്നത് തന്നെ എന്താണ്? ടാക്സ് ആണ് അല്ലേ. സോ അതാണ് ഇറ്റ് ആക്ട് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ. ഇനി നമുക്ക് നോക്കേണ്ടത് ഡീമെറിറ്റ്സ് എന്താണ്? ഇൻക്രീസ് ഇൻ ബ്ലാക്ക് മണി, അതായത് ചിലവർ പറ്റിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഫോറിൻ ഇവിടുന്ന് എന്താ പറയുക, ഇപ്പോൾ സ്വർണ്ണ ബിസ്ക്കറ്റിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇത്ര എമൗണ്ടിന് ഉള്ള സ്വർണം മാത്രമേ പുറത്തുനിന്ന് കൊണ്ടുവരാൻ പാടുള്ളൂ, ഇത്ര ലിമിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ഡ്യൂട്ടി അടയ്ക്കണം എന്ന് പറയാറുണ്ട് അല്ലേ. സോ ചിലരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതൊക്കെ ഒളിപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു സാധനത്തിന് നമ്മൾ ടാക്സ് അടയ്ക്കുന്നില്ല. ആ ടാക്സ് അടയ്ക്കാത്ത ഒരു എമൗണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സർവീസ്, അല്ലെങ്കിൽ അതുവഴി നമുക്ക് കിട്ടുന്ന ഇൻകമാണ് എന്ത്, അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കാത്ത ഇൻകമാണ് ബ്ലാക്ക് മണി എന്ന് പറയുന്നത്. സോ ഈ കസ്റ്റംസ് കൊണ്ടുവന്നത് പ്രകാരം ആളുകൾ എന്ത് ചെയ്യും? കൂടുതൽ പറ്റിച്ചു കൊണ്ടുവരാൻ നോക്കും. സോ അവിടെ എന്താ? ബ്ലാക്ക് മണി ഉണ്ടാവും. ബ്ലാക്ക് മണി ഒരിക്കലും ഒരു നേഷൻ്റെ ഗ്രോത്തിന് അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് നല്ലതല്ല. ലിമിറ്റ് കൺസ്യൂമർ ചോയ്സ്. കസ്റ്റംസ് കൊണ്ടുവരാൻ നേരത്ത് അവർ ഈ പുറത്തുള്ളവർ ഇങ്ങോട്ടേക്ക് വരാതെയാവും. അപ്പം ഡൊമസ്റ്റിക് മാർക്കറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം മോണോപ്പൊളി വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് തന്നെ 1 or 2 ഒക്കെ ഉള്ളൂ. നമുക്ക് ഇഷ്ടാനുസരണം മാറ്റി വാങ്ങിക്കാനൊന്നും പറ്റില്ല. ഉള്ളത് ഉപയോഗിക്കുക എന്ന് മാത്രം അല്ലേ. അതുപോലെ തന്നെ കോമ്പറ്റീഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് എന്ത് ചെയ്യും? അവരുടെ ക്വാളിറ്റിയിലും പല വ്യത്യാസങ്ങളും വരാനായിട്ട് സാധ്യതയുണ്ട്. ഓവർ പ്രൊട്ടക്ഷൻ ടു ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി. ഇങ്ങനെ ഓവർ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊന്നും പേടിക്കാനില്ല എന്ന് അവർക്ക് മനസ്സിലായാൽ അവരെന്ത് ചെയ്യും? ഒരു മോണോപ്പൊളി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അതുവഴി അവർ ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാതെയാകും. അവർ പ്രൈസ് ഹൈക്ക് നടത്തും, അല്ലെങ്കിൽ പൈസ കൂട്ടി വാങ്ങിക്കും. അങ്ങനെയൊക്കെ ഓവർ പ്രൈസ് ചെയ്യുക, ക്വാളിറ്റി കുറയ്ക്കുക, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ വരും. പിന്നെ കോസസ് ഇൻഫ്ലേഷൻ. അതാ പ്രൈസ് കൂട്ടുമ്പോൾ എന്ത് പറ്റും? ഇൻഫ്ലേഷൻ ഉണ്ടാവും. അതായത് നമ്മൾ പണ്ട് 100 രൂപയ്ക്ക് 2 കിലോ അരി വാങ്ങിച്ചിരുന്നെങ്കിൽ ഇന്നത് 1.5 കിലോയ്ക്ക് ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത്, 1.5 കിലോ അരിയെ വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്നൊരു അവസ്ഥ വരും. പിന്നെ ആബ്സെൻസ് ഓഫ് ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്ട്സ്. നമ്മുടെ ഡൊമസ്റ്റിക്, ഞാൻ പറഞ്ഞു, ക്വാളിറ്റി പ്രൊഡക്ട്സ് കിട്ടാതെ ആവും. നമ്മുടെ ഇന്ത്യയിൽ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ ഡെവലപ്പായി വരുന്നതേ ഉള്ളൂ. പക്ഷേ പുറം രാജ്യങ്ങളിലൊക്കെ ഹൈടെക് ടെക്നോളജീസാണ് യൂസ് ചെയ്യുന്നത്. സോ അവരുടെ പ്രോഡക്ട്സും അതുപോലെ ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആയിരിക്കും അല്ലേ. സോ ആ പ്രോഡക്ട്സ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ലാതെ ആകും. അങ്ങനത്തെ ഹൈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയ പ്രോഡക്ട്സ് ഒന്നും നമുക്ക് അവൈലബിൾ ആകില്ല. സോ ആബ്സെൻസ് ഓഫ് ബെറ്റർ ക്വാളിറ്റി ഗുഡ്സ്. കോംപ്ലെക്സ് പ്രൊസീജിയേഴ്സ് ആണ് അല്ലേ. കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കുക, അല്ലെങ്കിൽ കസ്റ്റംസിൽ നമ്മൾ അസസ്മെൻറ്റ് ചെയ്യണം, റേറ്റ് നോക്കണം, അതിന് റേറ്റ് ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സ് ഉണ്ടെങ്കിൽ അതിന് പൈസ കൊടുക്കുക. അവരുടെ നമുക്ക് കോംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ പൈസ പോകുകയും അതും കുറേ ടൈം കൺസ്യൂമിങ്ങും എക്സ്പെൻസീവുമാണ്. ചിലപ്പം നമ്മളിതെല്ലാം ചെക്ക് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കസ്റ്റംസ് ഡ്യൂട്ടി വരുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആ ചെക്ക് ചെയ്യുന്ന ആൾക്ക് എന്ത് കൊടുക്കണം? പൈസ കൊടുക്കണം അല്ലേ. സോ ഇറ്റ്സ് എൻ എക്സ്പെൻസീവ് ആൻഡ് ടൈം കൺസ്യൂമിങ് പ്രൊസീജിയർ. സോ ഇനി നമ്മൾ പഠിക്കുന്നത് കുറച്ച് ഡെഫിനിഷൻസ് ആണ്, ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻസ്. സെക്ഷൻ 2 സബ്സെക്ഷൻ 7 കോസ്റ്റൽ ഗുഡ്സ്. എന്താണ് കോസ്റ്റൽ ഗുഡ്സ്? As per of the Customs Act, the term coastal goods means goods other than imported goods transported in a vessel from one part in India to another. അതായത് ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സ് അല്ല, വേറൊരു രാജ്യത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തല്ല, ഇന്ത്യയിലെ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ കോസ്റ്റൽ റീജിയണിൽ നിന്നും, അല്ലെങ്കിൽ ഒരു ഷിപ്പാണ് അല്ലേ. ഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ വെസൽ എന്ന് പറയുന്ന ഷിപ്പ് എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. ഷിപ്പിൽ
ഒരു സ്ഥലത്തു നിന്നും ഇന്ത്യയുടെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റൽ ഗുഡ്സ് എന്ന് പറയും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ തീരപ്രദേശത്ത് നിന്നും ഒരു ഷിപ്പിൽ ഗുഡ്സ് കയറ്റിയിട്ട് ഗോവ കടൽ അല്ലെങ്കിൽ തീരം അവിടെ കൊണ്ടുപോയി ഇറക്കുന്നതിന് നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ ആ ഇറക്കിയ ഗുഡ്സിനെ നമുക്ക് എന്ത് പറയാം? കോസ്റ്റൽ ഗുഡ്സ് എന്ന് പറയാം. ഡ്യൂട്ടിയബിൾ ഗുഡ്സ്, അതിന് മുമ്പ് കൺവേയൻസ് ഉണ്ട്. കൺവേയൻസ് എന്ന് പറഞ്ഞാൽ ആസ് പെർ ഓഫ് ദ കസ്റ്റംസ് ആക്ട് ഡിഫൈൻസ് കൺവേയൻസ് ഇൻക്ലൂഡ്സ് എ വെസൽ, ആൻ എയർക്രാഫ്റ്റ് ആൻഡ് എ വെഹിക്കിൾ. അതായത് കൺവേയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിലാണോ ഗുഡ്സ് കൊണ്ടുപോകുന്നത് അതിനെ പറയുന്നതാണ് കൺവേയൻസ്. അത് 3 രീതിയിലാണ്: ബൈ ത്രൂ വാട്ടർ, അല്ലെങ്കിൽ ബൈ സീ, ബൈ എയർ, അല്ലെങ്കിൽ ബൈ ലാൻഡ്. അപ്പം വെസലാകാം, എയർക്രാഫ്റ്റ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെഹിക്കിൾ ആകാം. മൂന്നാമത്തേത് ഡ്യൂട്ടിയബിൾ ഗുഡ്സ്. 2 subsection 14 ആണത്. Any goods which are chargeable to duty and on which duty has not been paid. എന്ന് വെച്ചാൽ ഏതൊരു ഗുഡ്സിലാണോ നമ്മൾ ഡ്യൂട്ടി പേ ചെയ്യാത്തത്, ഏതൊരു ഗുഡ്സിലാണോ നമ്മൾ പേ ചെയ്യേണ്ടത്, ഈ 2 ഗുഡ്സും എന്താണ്? ഡ്യൂട്ടിയബിൾ ഗുഡ്സ് ആണ്. ഇനി ഗുഡ്സ് കണ്ടിന്യൂ ടു ബി ഡ്യൂട്ടിയബിൾ ടിൽ ദേ ആർ നോട്ട് ക്ലിയർഡ് ഫ്രം ദ പോർട്ട്. ആ പോർട്ടിൽ നിന്നും പോകുന്നത് വരെ എന്താണത്? ഡ്യൂട്ടിയബിൾ ഗുഡ്സ് ആണ്. അതായത് അതിൽ നമ്മൾ ഡ്യൂട്ടി പേ ചെയ്യണം. മൂന്നാമത്തേത് വൺസ് ഗുഡ്സ് ആർ അസസ്ഡ് അറ്റ് നിൽ റേറ്റ്. നിൽ റേറ്റ് എന്ന് പറഞ്ഞാൽ 0. നിൽ റേറ്റ് ഓഫ് ഡ്യൂട്ടി ദേ നോ മോർ റിമെയിൻ ഡ്യൂട്ടിയബിൾ ഗുഡ്സ്. അങ്ങനെ അത് ഒരാൾ അസസ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഓഫീസർ അസസ് ചെയ്തിട്ട് പറയാണ് ഇത് നിൽ റേറ്റ് ആണ് എന്ന് പറയുകയാണെങ്കിൽ പിന്നീട് അത് ഡ്യൂട്ടിയബിൾ ഗുഡ്സ് അല്ല എന്നാണ് പറയുന്നത്. ഇനി നാലാമത്തേത് സെക്ഷൻ 2 subsection 22 ഗുഡ്സ്. എന്താണ് ഗുഡ്സ്? ഗുഡ്സ് ഇൻക്ലൂഡ്സ് വെസൽസ്, എയർക്രാഫ്റ്റ്, വെഹിക്കിൾസ്, ബാഗേജ്, കറൻസി, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് എനി അതർ കൈൻഡ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി. ഇനി ലാസ്റ്റ് വൺ 2 subsection 27 ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ ഇൻക്ലൂഡ്സ് ടെറിട്ടോറിയൽ വാട്ടർ ഓഫ് ഇന്ത്യ. ടെറിട്ടോറിയൽ വാട്ടർ, വാട്ട് ഡു യു മീൻ ബൈ ടെറിട്ടോറിയൽ വാട്ടർ? ടെറിട്ടോറിയൽ വാട്ടർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഇത്ര നോട്ടിക്കൽ മൈൽ വരെ ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. സോ എനിക്ക് തോന്നുന്നു 12 നോട്ടിക്കൽ മൈൽ ആണെന്ന് തോന്നുന്നു. ഞാനത് അടുത്ത വീഡിയോയിൽ സ്പെസിഫിക് ആയിട്ട് പറയാം. സോ ഇത്രയേ ഉള്ളൂ. ഇന്ത്യ ഇൻക്ലൂഡ്സ് ടെറിട്ടോറിയൽ വാട്ടർ ഓഫ് ഇന്ത്യ. താങ്ക് യു. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി പോർഷൻസ് കവർ ചെയ്യുന്നതായിരിക്കും. ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ പ്ലീസ് അതും കൂടി മെൻഷൻ ചെയ്യുക.